ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും അമ്മയും സച്ചു അച്ഛനും കൂടെ ഞങ്ങള് പാലക്കാടിലുള്ള ഗ്രാമങ്ങളിലൂടെ കുറേ യാത്ര ചെയ്തു. ഇപ്പൊ കൊല്ലങ്കോട് പോലെയുള്ള ഒരുപാട് ഭയങ്കര ഗ്രാമീണത തുളുമ്പുന്ന സ്ഥലങ്ങൾ പാലക്കാടുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെയൊക്കെ ഇടയിലൂടെ കുറേ പോയി. ഒരു ഉച്ച വരെ നമ്മൾ ഏകദേശം അങ്ങനെ കുറെ കവർ ചെയ്തു. പിന്നെ മഴ ഉള്ളതുകൊണ്ട് എനിക്ക് അധികം ഇറങ്ങി എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോസിൽ. എന്നാലും ഞാൻ എടുത്തെടുത്ത ബിറ്റ്സ് ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്യുന്നുണ്ട്. അധികം ഞാൻ ആഡ് ചെയ്തിട്ടുമില്ല, കാരണം എല്ലാവർക്കും ഈ ഗ്രാമീണത കുറെ കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ല. എന്നിട്ട് നേരെ നെല്ലിയാമ്പതി പോവാന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത വഴി താഴെ അടിവാരം എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ കയറി ഗൂഗിളിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടു. അപ്പൊ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ 4 പേരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കാരണം ഞാൻ റിവ്യൂസിലും കണ്ടത് അവിടെ ബിരിയാണി കൊള്ളാമെന്നാണ്. എന്റെ ഒരു ഒപ്പീനിയനിൽ അത്ര അടിപൊളി ബിരിയാണി എന്നല്ല, ഭയങ്കര ഒരു ആവറേജ് ഓക്കേഷ് ബിരിയാണിയാണ്. മോശമല്ല, എന്നാൽ അത്ര നല്ലതുമല്ല. നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടാൻ പറ്റുന്ന നല്ല ഫുഡാന്ന് തോന്നി. എനിക്ക് അവിടെ വേറെ നല്ല ഹോട്ടൽസ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലെയും വ്യൂ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ മഴ പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയത്, പക്ഷെ മഴ അപ്പം ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ഭയങ്കര റൊമാൻറ്റിക് ക്ലൈമറ്റ് ആയിരുന്നു. മഴയും ഇല്ല എന്നാൽ വെയിലും ഇല്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, കറക്റ്റ് ആ ക്ലൈമറ്റ് ആയിരുന്നു. മുന്നേ മഴ ഉള്ളതുകൊണ്ടായിരിക്കണം സൈഡില് നമ്മുടെ മലയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം ഒലിച്ചു വരുന്നുണ്ടായിരുന്നു, വെള്ളച്ചാട്ടം പോലെ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കുറേ സ്ഥലത്ത് കണ്ടു, ഒരു 3-4 സ്ഥലത്ത് കണ്ടു. പോണ വഴിക്ക് തന്നെ ഇങ്ങനെ വെള്ളം ഒലിച്ചിറങ്ങണത്. പിന്നെ ഞങ്ങൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ടാണ് പോയത്. നല്ല കാറ്റും പിന്നെ ചെറിയ തണുപ്പും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുരങ്ങൻകുട്ടന്മാരെ കണ്ടു. അപ്പൊ ഞാൻ അത് വീഡിയോ എടുത്ത് അവർ ഗുഡ് ഡേ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സച്ചുവിനും കുരങ്ങന്മാരെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിർത്തിയിട്ട് ഒക്കെ കണ്ടു. അവൾക്ക് ഈ വെക്കേഷൻ എവിടെയും ടൂർ പോകാൻ പറ്റിയില്ല എന്നുള്ള സങ്കടത്തിലായിരുന്നു. ഡാൻസ് കാരണം എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് എങ്ങടെയെങ്കിലും ഒക്കെ പോകാന്ന് വെച്ച് നമ്മൾ ഇറങ്ങിയത് രാവിലെ തന്നെ. കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകാനാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. എന്റെ കേസിൽ എനിക്ക് ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ ഇഷ്ടമല്ല എന്നല്ല കേട്ടോ. എനിക്ക് ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ വൈബാണ്. കാരണം നമ്മളായിട്ട് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരൊപ്പം പോകാനായിട്ട്. ഭയങ്കര ഒരു ട്രൂ നമ്മളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അപ്പൊ എനിക്ക് ഏറ്റവും ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഏകദേശം ഒരു 2-2:30 ആയപ്പോഴേക്കും നല്ല മഞ്ഞ് വന്നു തുടങ്ങി, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു സൈഡിലോട്ട് വണ്ടി ഒതുക്കി എല്ലാരും ഒന്ന് ഇറങ്ങി. കാരണം അത്രയും അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കുറെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കുറെ വീഡിയോ ഒക്കെ എടുത്തു, ഞാനും സച്ചും കൂടെ. ഞങ്ങളുടെ കോപ്രായങ്ങളായിരുന്നു റോട്ടില്, കാരണം അത്രയും വലിയ തിരക്കില്ലായിരുന്നു റോട്ടില്. കുറച്ച് വണ്ടികളെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളതൊക്കെ നോക്കി ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ശരിക്കും ഈ ട്രിപ്പ് ഈ ഒരു അടുത്ത കാലത്ത് ഞങ്ങൾ പോയിൽ വെച്ച് ബെസ്റ്റ് ആയിരുന്നു പറയാം. കാരണം നെല്ലിയാമ്പതി നമുക്ക് എല്ലാവർക്കും അറിയാം, അത്രയും സ്പെഷ്യൽ പ്ലേസ് ഒന്നല്ല. പക്ഷെ ആ ക്ലൈമറ്റ്, ആ ഒരു ടൈമും എല്ലാം കൂടെ ഭയങ്കര അടിപൊളിയായി. പിന്നെ മഞ്ഞ് നല്ല രീതിക്ക് കൂടി, നമുക്ക് റോഡ് കാണാൻ തന്നെ നല്ല ബുദ്ധിമുട്ട് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മഞ്ഞ് കുറഞ്ഞ് നമുക്ക് റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കാണാമായിരുന്നു. പിന്നെ നമ്മൾ ടീ പ്ലാന്റേഷൻ ഏരിയയിലേക്കാണ് പോയത്. ഇത് AVTയുടെ ടീ പ്ലാന്റേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഒരു ടൈം ആകുമ്പോഴേക്കും മഴയും ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയ കണ്ടില്ലേ, എനിക്ക് ഈ ഒരു പോയ ട്രിപ്പിൽ എന്റെ ഫേവറേറ്റ് ഏരിയ ആയിരുന്നു ഇത്. കാരണം ഞാൻ ഇവിടുന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ചേച്ചിമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ വണ്ടി നിർത്താൻ അവിടെ സ്ഥലം കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടെ വണ്ടി നിർത്തി. നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു. അവരവിടെ ലീവ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങളടുത്ത് ചോദിച്ചത് ട്രൈ ചെയ്യണോന്ന് ചോദിച്ചപ്പോ അച്ഛനും സച്ചും അത് ട്രൈ ചെയ്തു. അവിടുന്ന് കുറച്ചും കൂടി താഴത്തോട്ടായിട്ട് കുറച്ച് ചേച്ചിമാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് എനിക്ക് ഹായ് ഒക്കെ തന്നു അവിടുന്ന്. അപ്പൊ എനിക്ക് അവരോട് സംസാരിക്കുന്ന ഒരു ആഗ്രഹം തോന്നി. എന്നിട്ട് ഞാൻ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതിൽ കൂടെ ഇറങ്ങി അവർ വർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് അവരോട് സംസാരിച്ചു. ഭയങ്കരമായിട്ട് ക്യൂട്ടായ ഒരു ചേച്ചിയെ കണ്ടു ഞാൻ അതിൽ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ അടുത്ത തവണ മഴയ്ക്ക് മുന്നേ ഇനിയും വരണം, അപ്പോഴേക്കും പഠിച്ചൊരു ജോലിയൊക്കെ ആയിട്ട് വേണം വരാന്. അങ്ങനെ നല്ല രീതിക്ക് കുറേ സംസാരിച്ചു ആ ചേച്ചിയായിട്ട് ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു.
എന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി ആ റോഡ് ഒരു 2 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റേഴ്സ് കൂടെ മുന്നിലോട്ട് പോയി. അപ്പോഴേക്കും വീതി ഭയങ്കര കുറഞ്ഞു വരായിരുന്നു റോഡിന്റെ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തു. അതിനുശേഷം അവിടെ ഒരു അമ്പലം പോലെ കണ്ടു. പക്ഷെ എന്താ പ്രത്യേകത വെച്ചാൽ നമ്മുടെ പോലെ രൂപങ്ങളില്ല, അവിടെ കല്ലുകളാണ് കണ്ടത്. ആ കല്ലുകൾക്ക് പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും കൊടുത്ത് കണ്ടില്ല. പിന്നെ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അത് പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ പോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ പോപ്സ് എസ്റ്റേറ്റിന്റെ ഉള്ളിലൂടെ കയറി. നമ്മൾ പോണ വഴിയുടെ 2 സൈഡും ടീ പ്ലാന്റേഷനും കോഫി പ്ലാന്റേഷനും ഒക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷെ റോഡ് ചില ഏരിയയിൽ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. ആ ഒരു ഡിഫിക്കൽട്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും മഴ തുടങ്ങി. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുട എടുക്കാൻ മറന്നു. ഈ ഒരു ഒറ്റ കുട ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനും അച്ഛനും മഴ നിറയാൻ ഭയങ്കര ത്രില്ലായി നിൽക്കുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അമ്മയും സച്ചും കുട എടുത്തെന്ന് പറഞ്ഞിട്ട് അവർക്ക് കുട കൊടുത്തു. ആദ്യം ഞങ്ങൾ എത്തിയപാട് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ നല്ലോണം കൂടി. അവിടുത്തെ വഴിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം മുന്നേയും നല്ല മഴ പെയ്തിട്ടുണ്ട് എന്നുള്ളത്. ചളി പിളിയായിട്ടാണ് കടന്നിരുന്നത്. നനഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തണുക്കാൻ തുടങ്ങി. കാരണം ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത ട്രിപ്പ് അല്ലാത്തതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. കോട്ടോ ഹുഡിയോ ഒന്നും എടുക്കാത്തതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി കുടയിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് തോന്നി. മഴ ആയതുകൊണ്ട് എന്റെ ഫോണും നനഞ്ഞു. ഭാഗ്യത്തിന് ഫോണിനൊന്നും പറ്റിയില്ല. ഫോണ് പിന്നെയും വർക്കായി. പിന്നെ ഞാനും അച്ഛനും കുറച്ചും കൂടി മുന്നോട്ട് തന്നു. സച്ചുവിന് വഴിക്കല് പേടിയായതുകൊണ്ട് അമ്മയും സച്ചു അവിടെ നിന്നു. ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് നടന്നു. എന്നിട്ട് അവിടെ കുറച്ചേരം നിന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ പോപ്സിന്റെ തന്നെ ടീ കോഫി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോർ അതിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് നമ്മള് കോഫി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് 3 ടീ ആണ് വാങ്ങിയത്. എന്നിട്ട് പിന്നെ ഗ്രീൻ ടീ വാങ്ങി അവിടുന്ന് തന്നെ. അങ്ങനെ ചായക്കുള്ള കാത്തിരിപ്പിന് ശേഷം ചായ വന്നു. നല്ല ചായ ആയിരുന്നു. നല്ല തിക്കായിട്ട് ആ തണുപ്പിൽ ആ ചൂട് ചായ കിട്ടിയപ്പോ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. എന്റെ വീട്ടിൽ ഞാനും അച്ഛനാണ് ചായ ലവേഴ്സ്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ വേണം. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ അച്ഛൻ പറഞ്ഞു അതിന്റെ തൊട്ടടുത്തൊരു ചായയും കോഫിയും കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, നമുക്ക് അവിടെ നിന്ന് ചായ കുടിക്കാന്ന്. ആ ഒരു പ്ലാനോടെയാണ് ഞങ്ങൾ വന്നതും. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി. സമയമായിട്ടുണ്ടായിരുന്നു ഏകദേശം 5 മണി അടുക്കാറായി. അപ്പൊ അവർ ആ ടൈമിൽ ഇറങ്ങണം എന്ന് പറഞ്ഞല്ലോ. രാത്രി ഈ ചുരം ഇറങ്ങുന്നത് അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പോഴേ കറക്റ്റ് ടൈമിന് ഇറങ്ങി. തിരിച്ച് നമ്മള് മെയിൻ റോഡിൽ കൂടെ അല്ല പോയത്. നമ്മളൊരു ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോയത്. നമ്മൾ മാപ്പ് ഇട്ടപ്പോൾ ആ ഒരു റൂട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പൊ നമ്മൾ അറിയുന്ന റൂട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ റൂട്ട് ചൂസ് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ അപ്പോഴേക്ക് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കിസ്മിസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലാണ് ചൂസ് ചെയ്തത്. അതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ നല്ലൊരു ഏരിയ ഉണ്ടായിരുന്നു. ഒരു ബാൽക്കണി പോലെ നമുക്ക് പുറത്ത് റോഡൊക്കെ കണ്ട് കഴിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ മെനു ഒക്കെ നോക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി സുഖമായി കടന്നിറങ്ങി. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വ്ലോഗ്. ടാറ്റാ ബൈ.